ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ രസം ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് നടുവേ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊരു പകുതി വേവാവണ വരെ വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം ഒരു പകുതിയോളം വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ പരിപ്പ് വേവിച്ച വെള്ളം എടുത്തിട്ടുണ്ട്, അത് 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിനോ പരിപ്പ് കറിക്കൊക്കെ പരിപ്പ് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് രസം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ അങ്ങനെ പരിപ്പ് ഇട്ടിട്ട് കുക്കറിലിട്ട് നന്നായി വേവിച്ചിട്ട് ആ വെള്ളം എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ചെറിയ കഷ്ണം കായാണ് എടുത്തേക്കുന്നത്. നിങ്ങളിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ മുഴുവനായിട്ടുള്ള കായം ഇട്ട് കൊടുത്താലും മതി. കായം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പിന്നെ പുളി കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ട് നന്നായി തിരിയുന്നതിന് ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പുളി ഒരുപാട് ആവേണ്ട, കാരണം തക്കാളിയിലും കുറച്ച് പുളി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി ഒന്നിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായി തിളയ്ക്കണം. അപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാവും. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, അതിന് പകരമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മല്ലിയില ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. ഇനി മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കടുക് വറുത്തിട്ടാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ വേഗം എളുപ്പത്തിന് വേണമെങ്കിൽ ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ രസം നന്നായി തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട് ആയാലും കുടിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.